അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹബഹുമാനമുള്ള TTQ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പഠനത്തെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ വീഴ്ചകൾ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ അതിന്റെ കൃത്യമായ രീതിയിൽ പാരായണം ചെയ്യാനും അത് ജീവിതത്തിൽ പകർത്താനും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വിശുദ്ധ ഖുർആൻ കൃത്യമായി പാലിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും അങ്ങനെ അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാരായി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നാളെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, പ്രായമായ മാതാപിതാക്കളൊക്കെ വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പത്തിൽ നീക്കി സുഖവും സന്തോഷവും സമാധാനവും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് മുഴുവൻ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഇണതുണകള്, സന്താനങ്ങള് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൊക്കെ ഖൈറ് നൽകട്ടെ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ കതീറ. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ട് ആരംഭിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. ഓക്കെ, നമ്മൾ ചെറിയ ഭാഗം ഒന്ന് തഹജ്ജ് ചെയ്ത് നോക്കാം. ഞാൻ തഹജ്ജ് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. എന്താ അങ്ങനെ എന്നൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഭാവിയിൽ ഇതിനെക്കാട്ടി പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ തഹജ്ജ് ചെയ്യും ഇൻഷാ അല്ലാഹ്. അതിനുള്ള ശ്രമത്തിലാണ് നിങ്ങൾ നമ്മളൊക്കെ ഉള്ളത്. അതിന് അള്ളാഹു എളുപ്പാക്കി തരട്ടെ. ഓക്കെ. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أوكي. صاد كسرى صي را فتحة مفخمة ألف مد مفخمة مد طبيعي حركتان را صراط فتحة مفخمة طا صراط. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തഹജ്ജ് പറയേണ്ട രൂപം കൂടിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഏതൊക്കെ ചേർത്ത് പറയണം, ഏതൊക്കെ വിട്ടു പറയണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ആലോചിക്കുക. സിറാത്ത പ്രയാസമല്ലേ, നമ്മൾ പഠിച്ചതാണ്. പക്ഷെ അടുത്തത് നിങ്ങൾ പഠിക്കാത്ത പാട്ട് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ബേജാറാവേണ്ട ആവശ്യമില്ല. ഓക്കെ. همزة وصل تسقط وصلا نبدأ بها لام شد فتحة ألا ذال كسرة ياء مد طبيعي حركتان ذي نون فتحة الذين صراط الذين صراط الذين അല്ല صراط الذين. അതിന്റെ കാരണം നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ. ألف همزة فتحة نون ساكنة مظهرة قبل العين المفتوحة أنع ميم ساكنة مظهرة قبل التاء المفتوحة أنعمت صراط الذين أنعمت عين فتحة لام فتحة لا على ياء سكون عليها كسرة عليه ميم ساكنة مظهرة. ഇവിടെ ഞാൻ നിർത്താണ്. അലൈഹിം എന്ന് ഞാൻ വഖഫ് ചെയ്യുകയാണെങ്കിൽ മീം സുകൂൻ അലൈഹിം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ഓക്കെ, അവിടെ ഞാൻ നിർത്തിയിട്ട് പിന്നെ ബാക്കി ഗൈരിൽ നിന്ന് പിന്നീടാണ് ഓതുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ഗൈൻ ഫത്ഹ മുഫഖമ ഗ യ സുകൂൻ ഗൈ റ കസ്ര മുറക്കക രി ഗൈരി. همزة وصل تسقط وصلا نبدأ بها لام قمرية مظهرة ال ميم فتحة ما الماء
غين سكون المغ ضاد ضمة واو مد طبيعي حركتان ضو المغضو باء كسرة ب المغضوب عين فتحة لام فتحة لا على ياء سكون علي ها كسره عليه ميم ساكنة مظهرة قبل الواو المفتوحة عليهم وغير المغضوب عليهم لام فتحة ألف مد يسقط وصلا همسة وصل تسقط وصلا نبدأ بها لام شمسية مدغمة في الضاد المفتوحة مفخمة ألف مد അലിഫ് മദ് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കാത്ത മദ്ദുകളൊക്കെ കേട്ടോ പറയുന്നത് ബേജാറണ്ട അലിഫ് മദ് ലാസിം كلمي 6 حركات لام شد وكسرة ياء مد عارل سكون جائز 2 أو 4 أو 6 حركات نون ساكنة عند الوقف ولا الضالين غير المغضوب عليهم ولا الضالين. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാണ്. ഇതുവരെ പഠിച്ച ഭാഗങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയല്ലോ അല്ലെ? അക്ഷരങ്ങളെ കുറിച്ച് പറഞ്ഞു. അക്ഷരങ്ങള് ഹുറൂഫുൽ ഇസ്തിഅല, ഇസ്തിഫാല, ഖുസദാത്തിൻ, ഖിദ്, മുഫഖമയായിട്ടുള്ളതാന്ന് പറഞ്ഞു. പിന്നെ ഫേസ് 20 ലെറ്റേഴ്സ് അല്ലെ, 20 ഫേസസ് ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം 3 ഹാലുകൾ ഫത്ഹ, കസ്റ, ബൊമ്മയാണെന്ന് പഠിച്ചു. റാ, കസ്റ, മുറക്കക്ക, ഫത്ഹയിൽ വരുന്നുണ്ട് മുഫഖമ. 4, 5, 6 ഹാലുകൾ പഠിച്ചു. കസ്റ, ഫത്ഹ, അലിഫ് മദ്, കസ്റ, യ മദ്, ദുമ്മ, വാ മദ്, ഹുറൂഫുൽ മദ്, അലിഫ് മദ് മുഫഖമ, അലിഫ് മദ് മുറക്കക്ക, ഇസ്മുൽ ജലാല, മഖാരിജുൽ ഹുറൂഫ്, ഹുറൂഫുൽ ഹൽക്ക്, ലിസാനിൽ അഖ്സൽ ലിസാനും പഠിച്ചു. പിന്നെ വേറെ ഒന്നും കൂടി പഠിച്ചിട്ടുണ്ട്. ദീർഘം 2 തരം ഉണ്ടെന്ന് പഠിച്ചു. മദ് ത്വബഈ, മദ് ഫർഈ 2 ഉണ്ട്. പിന്നെ അലിഫ് സിഫർ മുസ്തദീർ അതിന്റെ ഇടയിൽ കൂടി പഠിച്ചതാണ്. 7, 8, 9 ഹാലുകൾ പഠിച്ചു. തൻവീൻ ബിൽ ഫത്ഹ, തൻവീൻ ബിൽ കസ്റ, തൻവീൻ ബിൽ ദം. ഓക്കെ, മദ് ഇവദ് പഠിച്ചു. പിന്നെ മദ് മുത്തസില്, അസ്ബാബ് മുദൂദ് അൽ ഫർഈ പഠിച്ചു. ഹംസ, സുകൂൻ, ഷദ്. അതേപോലെ മദ് ഫർഈ എത്രാണ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അതിൽ 2 എണ്ണമാണ് പഠിച്ചത്. ഒന്ന് മുത്തസിൽ പഠിച്ചു. മുത്തസിൽ എന്താന്ന് കൃത്യമായിട്ട് നിങ്ങളൊക്കെ ഹുക്മു മിഖ്ദാറും പിന്നെ മുഫസിൽ എന്താണ് എന്നും അതിന്റെ പാട്ടുകളും കാര്യങ്ങളൊക്കെ പഠിച്ചു. തഹജ്ജ് എങ്ങനെ ചെയ്യല്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി നമ്മൾ 10ാമത്തെ ഹാലിലേക്ക് പോവാം. നമ്മൾ 9 ഹാലാണ് പഠിച്ചത്. 10ാമത്തെ ഹാല്. 10ാമത്തെ ഹാല് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പകുതിയോളം ഹാലുകൾ കഴിഞ്ഞു. പകുതിയോളല്ല, പകുതിയായി അല്ലേ? 1 മുതൽ 10 വരെയുള്ള ഹാലുകൾ പഠിച്ചു. 10ാമത്തെ ഹാല് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് 10ാമത്തെ ഹാല് എന്ന് പറയുന്നത്. 10ാമത്തെ ഹാൽ എന്താണ്? അസുക്കൂൻ ആണ്. എന്താണ്? അസുക്കൂൻ, സുക്കൂൻ അല്ലെ? സുക്കൂൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഖുർആൻ റിലേറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ സുക്കൂനിനെ കുറിച്ച് നമ്മൾ ചെറുങ്ങനെ ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് സുക്കൂൻ എന്നുള്ളത്. ഓക്കെ, ആദ്യം തന്നെ പിന്നെ ഇതൊന്ന് നമ്മൾ സുക്കൂന് നൽകി ഉച്ചരിച്ചു നോക്കാം. സുക്കൂന് കൊടുക്കുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. എന്താണെന്ന് അറിയോ? സുക്കൂന് പിന്നെ സുക്കൂനിൽ നമ്മൾ ഒരിക്കലും തുടങ്ങൂല. ഒരു ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടതാണ്, സുക്കൂനിൽ ആരംഭിക്കൂല. അപ്പൊ സുക്കൂനുള്ള വാക്ക് പറയുകയാണെങ്കിൽ അതിന്റെ മുമ്പേ വേറൊന്ന് ചേർത്ത് പറയണം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഒന്നിനെ നമ്മൾ കൊടുത്തത്. as, ash, ash, als, alb, alb, al, af, ak, al, an, ഔ, ഐ അല്ലേ? 3 അക്ഷരങ്ങളല്ലേ ഉള്ളത്? എല്ലാത്തിനും സുക്കൂന് കൊടുത്തില്ലേ? ഏതാ മുട്ട് വയ്ക്കണോ? ബാ ഇല്ല, ബാ മാത്രമേ വിട്ടായിട്ടുള്ളൂ. ജീമില്ല. ഓക്കെ, ഒരു 5 കോളം വിട്ടു പോയിക്കുന്നല്ലേ? ഓക്കെ, അപ്പൊ 5 കോളങ്ങൾ ശ്രദ്ധിച്ചോളൂ. യെസ്, ആ 5 അക്ഷരങ്ങൾ നമുക്കിവിടെ പിന്നെ
10ാമത്തെ ഹാലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോർഷൻ ആണ്. സുക്കൂനിൽ പഠിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തജ്വീദാണ്. പിന്നെ അതിന് മുമ്പ് ഈ കാര്യം കൂടി ഒന്ന് പറയാണ്. സുക്കൂൻ ഫിൽ ഖുർആൻ ഖുർആനിൽ സുക്കൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞത് ഹാഇന്റെ തലയാണ്. ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹ ഇല്ലേ, നോക്കൂ, നിങ്ങൾ നോക്കൂ, ഇതല്ലേ ഹ. ഇതിന്റെ തലയാണ് ശരിക്കും എന്താണ് ഖുർആനിലെ സുക്കൂൻ എന്ന് പറയുന്നത്. അതായത് ബാക്കി കട്ട് ചെയ്തിട്ടുള്ള ഈ ഭാഗമാണ്. നിങ്ങൾ സുക്കൂന് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അസുക്കൂനു ഫിൽ ഖുർആൻ റഫ്സു ഹ. നിങ്ങൾ നോക്കൂ, ലൗ ലൗ അൻസൽ ലൗ ലൗലാ അൻ തദാറകഹു ഐന്, അവിടെ നോക്കൂ നിങ്ങൾ ചെറുതായിട്ട്. അതേപോലെ ബിൽ അറാഇ വഹുവ മൽ, അല്ലാണ്ട് എന്തല്ല വട്ടപൂജ്യല്ല. വട്ടപൂജ്യത്തിന് എന്താ പറയല്? കഫറു എന്നുള്ളടത്ത് കാണുക. വട്ടപൂജ്യത്തിന് വേറാണ് പറയാ. സെമിഉ എന്ന് പറയുന്നത് വേറെയാണ്. അപ്പൊ ഖുർആനിലെ സുക്കൂൻ എന്ന് പറയുന്നത് റഅ്സു ഹ ആണ്. ഹഇന്റെ തലയാണ് ശരിക്കും ഖുർആനിലെ സുക്കൂൻ എന്ന് പറയുന്നത്. നമുക്കിപ്പോ ചിലപ്പോ അറബി എഴുതുന്ന സമയത്ത് അതിലൊക്കെ സുക്കൂന് പൂജ്യം എഴുതിയിട്ടുണ്ടാവുക. പക്ഷെ ഖുർആനിൽ നമ്മൾ സുക്കൂൻ എഴുതുമ്പോൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഹാന്റെ തലയാണ് എന്ന് ഓർത്തു വെക്കുക. നിങ്ങൾക്ക് എഴുതാനുണ്ടാവും പരീക്ഷയ്ക്ക്. അതായത് ഒരു ആയത്ത് തന്നിട്ട് അവിടെ നിന്ന് ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ടാവും, ആയത്ത് എഴുതാനുണ്ടാവും. അവിടെ സുക്കൂനൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. വട്ടപൂജ ഇട്ട് കഴിഞ്ഞാൽ മാർക്കും വട്ടപൂജയായി പോകും. അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഖുർആനിലെ സുക്കൂൻ എന്ന് പറയുന്നത് ആണ് എന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. ഓക്കെ, അതിന്റെ ഇതാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. പിന്നെ വഹുവ മദ്മൂം എന്ന് പറഞ്ഞുകൊടുത്തുള്ളത് നിഅമത്ത് എന്നുള്ള അയിന്, പിന്നെ ബിൽ എന്നുള്ള അയിന് അവിടുത്തത്, പിന്നെ അതേപോലെ ഫജിതബാഹു എന്നുള്ളത്, പിന്നെ യുസ്ലിഖൂനക അവിടെ സൈ ബി അബ് അവിടെ അവിടെ ക്യാപിന് സുക്കൂന്, ലമജ് അവിടെ. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ സുക്കൂന് വേറൊരു രീതിയാണ് കാണുന്നത് അല്ലെ. അവിടെ ഒന്നുണ്ട്. പിന്നെ ഒമാഹുവ ഇല്ല ലിൽ ലിൽ അവിടെയൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇത് നമ്മൾ സുക്കൂന് കൊടുത്തിട്ടാണ് പറയേണ്ടത്. എന്ത് ഹംസ സുക്കൂൻ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അലിഫ് ഹംസ സുക്കൂന്, അല്ലെങ്കിൽ ഹംസ സുക്കൂനും ആയാലും കുഴപ്പമില്ല, എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് ഹംസ സുക്കൂൻ എന്നല്ല പറയേണ്ടത്, ഒന്നിന് ചേർത്ത് പറയാം. അറബി ഭാഷയിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ്. സുക്കൂനിലോ ഷെദ്ദിലോ ഒന്നും എന്ത് ചെയ്യില്ല, സുക്കൂനിലോ ഷെദ്ദിലോ ഒരു പിന്നെ വാക്ക് ആരംഭിക്കൂല. ഇപ്പോ ചില സമയത്ത് മീമ് ഷെദ്ദുള്ള മീമിന്റെ മുകളിലൊക്കെ തുടങ്ങുന്നത് കാണാം. പക്ഷെ അത് കണക്റ്റഡ് ആണ്, മറ്റുള്ള ഇതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സുക്കൂനുള്ള വാക്ക് പറയുമ്പോൾ തഹജ്ജ് ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, എന്ന് പറയാം. ഒരിക്കലും എന്ന് പറയേണ്ട, എന്ന് പറയാം. അപ്പൊ ഇത് നോക്കൂ, അബ് എന്നാണ് അല്ലെ. അബ് അബ് എന്നുള്ളത് കൃത്യമായിരിക്കണം. ബ് എന്താന്നുള്ളത് നമ്മൾ പഠിക്കട്ടോ. അബ് ഇതാണ് ബ സാക്കിന മുഖൽക്കല, അബ് കൽക്കല, അബ് അബ്. അല്ലാണ്ട് അബ് എന്ന് പറഞ്ഞ പോരാ, അബ് എന്ന് പറഞ്ഞ പോരാ. അബ് അബ് അബ്. അതായത് കൃത്യമായി മഹ്റജില് ചലനം ഉണ്ടാകുന്ന രീതിയിൽ തന്നെ ഉച്ചരിക്കണം ഈ 5 അക്ഷരം. കൂടുതൽ വിശദമായിട്ട് താഴത്ത് പഠിക്കും. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് പറഞ്ഞേ പോവാം. ത സുക്കൂൻ അത്ത്, ത സുക്കൂൻ അത്ത്. ഇവിടെ സത്യം വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. ബ സാക്കിന മുക്കൽക്കല അബ്, അതിന്റെ തഹജ്ജിയാണ്. അലിഫ് ഹംസ ഫത്ഹ അ, ബ സാക്കിന മുക്കൽക്കല ബ് എന്നല്ല പറയണ്ടേ, അബ് എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് ബ സാക്കിന മുക്കൽക്കല നമ്മൾ സാധാരണ പറഞ്ഞ എന്താണ്, ഒരു വാക്ക് പറയും. പിന്നെ അപ്പൊ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ സുക്കൂന് പറയുമ്പോ ബ് എന്നാണ് പറയുക. ബ് എന്ന് പറയരുത്. കാരണം അറബി ഭാഷയിൽ സുക്കൂനുള്ള ഇത് ഒറ്റയ്ക്ക് പറയണ, ചേർത്ത് പറയാം. അതാണ് അതിന്റെ ഏറ്റവും ഉത്തമമായ മാർഗം. അതുകൊണ്ട് അബ് എന്ന് പറയേണ്ട അബ് ഒന്നിനും ഒന്ന് ചേർത്ത് പറയാം. ബ സാക്കിന മുക്കൽക്കല, അതെയാണ് എഴുതിയെടുത്തോളി എന്ന് പറഞ്ഞത്. ഇൻ കേസ് സമയം ഉണ്ടെങ്കിൽ നമ്മൾ തഹജ്ജ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ പറയേണ്ടതെന്ന് വിചാരിച്ച് കൺഫ്യൂഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയെടുത്തോളാൻ പറയുന്നത്. ഓക്കെ, ആർക്ക് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം. അപ്പോ ബ സാക്കിന മുക്കൽക്കല അബ്, അലിഫ് ഹംസ ഫത്ഹ അ, ബ സാക്കിന മുക്കൽക്കല ബ് എന്ന് പറയാണ്ട് അബ് എന്ന്. അത് എവിടെ സുക്കൂന് വരുമ്പോഴും ഒന്നിനെ ചേർത്ത് പറയാം. തഹജ്ജ് പറയുമ്പോൾ പ്രത്യേകിച്ച് തൊട്ടടുത്ത മുമ്പത്തെ ഇപ്പോ
ഏതെങ്കിലും ഒരു സുക്കൂന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട മുമ്പിൽ ഏതാണോ ഹർഫ് അതിനെയും കൂടി കൂട്ടി ഇങ്ങേക്ക് സുക്കൂനിനെ പറയാം. സുക്കൂനിനെ അങ്ങനെ ഒറ്റയ്ക്ക് പറയരുത്, തുടക്കത്തിൽ പറയരുത് എന്നൊക്കെയാണ്. ഓക്കെ. പിന്നെ ഇതിൽ അധ്യാപകരുണ്ടാവും, അവർക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ അറിയാവുന്നതാണ്. വെയിറ്റ് ചെയ്യൂ, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ. ത സുക്കൂൻ, ത സുക്കൂൻ. മറ്റോടത്ത് ബ സാക്കിന മുക്കൽക്കല എന്നായിരുന്നു പറഞ്ഞത്. ഇവിടെ എന്താണ് ത സുക്കൂനെ പറയുന്നുള്ളൂ. പക്ഷെ ഇവിടെ കുറച്ച് മാറ്റമുണ്ട്, നമ്മളത് നോക്കാം. പിന്നെ ത സുക്കൂൻ, അതേപോലെ ജീം സാക്കിന മുക്കൽക്കല, അജ്, അല്ലാണ്ട് അജ് പോരാ, അജ്. പിന്നെ ഹ സുക്കൂൻ, ഇവിടെ ഹ് എന്ന് വെക്കരുത്. പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മിസ്റ്റേക്ക് വരുന്നത് സുക്കൂണിൽ വരുന്നത്. 5 ഹർഫുകൾ ഒഴിച്ച് ബാക്കിയുള്ളതിനൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല, മഖ്റജിൽ അനക്കം വരുന്ന രീതിയിൽ പാരായണം ചെയ്യാൻ പാടില്ല. ഓക്കെ. അതേപോലെ തന്നെ ഹ സുക്കൂൻ, എന്ന് പറയണ്ട. കൽക്കലയിലേക്ക് പോകരുത്. ചില ആളുകൾക്ക് ഇത് മുഫഹമയാണല്ലോ എന്ന് പറയും. അത് മുഫഹമല്ലേ, അപ്പൊ തഫ്ഹീം ആക്കണ്ടേ എന്ന്. എന്ന് പറയുന്ന സമയത്ത് തഫ്ഹീം എന്ന എന്ന് പറയണ്ട, എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. പിന്നെ ഇത് ദാൽ സാക്കിന മുക്കൽക്കല, അത്. പിന്നെ ദാൽ സാക്കിന, ദാൽ സുക്കൂൻ, സാക്കിനല്ല, ദാൽ സുക്കൂൻ, റ സുക്കൂൻ, زاي سكون از، سين سكون اس، شين سكون اش، صاد سكون اص، ضاد سكون اض، طاء ساكنة مكلكلة اطو، ظاء سكون اض، عين سكون غين سكون اغ، فاء سكون اف، قاف ساكنة مكلكلة أق، كاف سكون أك، لام سكون ال، أوكي. ميم سكون أم، نون سكون أن، هاء سكون واو سكون أو، ياء سكون أي. ഓക്കെ. ഇനി നമ്മൾ ഈ 10ാമത്തെ ഹാലിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ഹുറൂഫുൽ കൽക്കല. അപ്പൊ കൽക്കല, ഹുറൂഫുൽ കൽക്കല, കൽക്കലയുടെ അക്ഷരങ്ങൾ. കൽക്കലയുടെ അക്ഷരങ്ങളാണ് ഈ താഴെ കാണുന്നത്. ഖാഫ്, ത്വാ, ബ, ജീം, ദാൽ. ഈ 5 ഹർഫുകൾക്ക് സുക്കൂന് വരുന്ന സമയത്ത് അത് മഖ്റജിൽ കൃത്യമായിട്ട് അനക്കം വരുന്ന രീതിയിലായിരിക്കണം ഉച്ചാരണം ചെയ്യേണ്ടത്. കുത്തുബ് ജദ് എന്ന്, അല്ലെങ്കിൽ ജദ്ദ കുത്തുബ എന്നൊക്കെ പറയും. കുത്തുബ് ജദ്ദ കുത്തുബ എന്നൊക്കെ പറയും. അത് നമുക്ക് ആ ഹർഫ് 5 പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എന്തുള്ളത്, കുത്തുബ് ജദ് എന്ന് പറയുന്നത്. ഖാഫ്, ത്വാ, ബ, ജീം, ദാൽ, അല്ലെങ്കിൽ ജദ്ദ കുത്തുബ, അങ്ങനെ പല ആളുകളും പല രീതിയിൽ പറയും. ഖാഫ്, ത്വാ, ബ, ജീം, ദാൽ. ഈ 5 ഹർഫുകള് സുക്കൂനിൽ പാരായണം ചെയ്യുന്ന സമയത്ത് മഖ്റജിൽ അനക്കം വരുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പാരായണം ചെയ്യേണ്ടത്. അതാണ് പിന്നെ നമ്മൾ 10ാമത്തെ ഹാലിൽ പഠിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പിന്നെ തജ്വീദ് നിയമമാണ് എന്ത്, കൽക്കല. ഓക്കെ. എന്താണ് കൽക്കല? ഏതൊക്കെയാണ് ഹുറൂഫുൽ കൽക്കല എന്ന് പറഞ്ഞ ഏതാ? ഒരു സംശയം ചോദിച്ചോട്ടെ. കൽക്കല അല്ല, ഇത് അക്ഷരം വ്യക്തമാക്കി പറയുന്നല്ലേ? ഇത് നമ്മൾ എന്ത് ചെയ്യണം? മലയാള അർത്ഥം ഞാൻ പറഞ്ഞു തരുന്നത്. അതിന്റെ അർത്ഥം കിട്ടിയൊരു കാര്യമില്ല, നമുക്കത് എപ്പോഴാ ഉപയോഗിക്കേണ്ടി എന്നുള്ള വിഷയം അതാണ് അറിയേണ്ടത്. അല്ലാണ്ട് പിന്നെ അല്ലാതെ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയ കാര്യമില്ല. മുഴക്കം, ചലന ശബ്ദം, മുഴക്കം അതൊക്കെയാണ് അതിന്റെ ശരിക്കുള്ള
ഒരു അർത്ഥം വരുന്നത്. പല അർത്ഥങ്ങളും ഉണ്ട്. ഞാൻ ഒന്നും കൂടി ചോദിച്ചിട്ട് പറയാം. നമ്മൾ കൽക്കല എന്ന് ഉദ്ദേശിക്കുന്നത് ഖുർആനിലെ ഹുറൂഫുൽ കൽക്കല എന്ന് പറഞ്ഞ 5 ഹർഫുകളാണ്. ആ ഹർഫുകൾ പാരായണം ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് മഖ്റജിൽ അനക്കം തട്ടുന്ന രീതിയിൽ തന്നെ, അതായത് ഒരു മുഴക്കത്തോടു കൂടി. ഇപ്പൊ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ശരിയായ ഉത്തരം, മുഴക്കം. എനിക്കത് പെട്ടെന്ന് അതുകൊണ്ട് കിട്ടിയില്ല എന്താണെന്നുള്ളത്. ഒരു മുഴക്കം എന്ന് തന്നെയാണ് അതിന്റെ. അത് കൃത്യമായിട്ട് മുഴക്കം എന്നതിൽ നിന്ന് മാറിയിട്ട് ഈ ഖാഫ് ജീമ് ദാല് ഇത് സുക്കൂന് നൽകുകയാണെങ്കിൽ അഖ് പോരാ, അത് പോരാ, അബ്ന്നൊന്നും പറഞ്ഞ് പോരാ, അബ്, അജ്, അത് എന്ന് കൃത്യമായിട്ട് അത് അതിലെ എന്താ പറയാ ആ ഹർഫിനെ ശരിക്കും കൊണ്ട് വെളിവാകും. നേരത്തെ പറഞ്ഞതുപോലെ മുഴക്കം എന്നൊക്കെ വേണമെങ്കിൽ മുഴക്കത്തോടു കൂടി വേണം എന്ന് എക്കോ കൊടുത്ത് പറയാന് ആരെങ്കിലും ഒരാൾ ഞാൻ പറയിപ്പിക്കട്ടെ. ആരെങ്കിലും ഒരാളൊന്ന് അൻ പറയൂ. ആരെങ്കിലും ഒരാള്, അല്ലെങ്കിൽ എല്ലാരും സ്വയം പറഞ്ഞോളൂ. പക്ഷെ ഒരാൾ ഒച്ചത്ത് പറയൂ, അൻ പറയൂ. അൻ എന്ന് പറയുമ്പോ നമ്മുടെ മഹ്റജിൽ നാവ് എവിടെ മഹ്റജിൽ നാവ് പോയി തട്ടിയോ? എന്നിട്ട് തിരിച്ചെടുത്തോ? അത് തിരിച്ചെടുത്തോ? അവിടെ തന്നെ കിടക്കല്ലേ? ഇനി ഒന്ന് അതേമാതിരി തിരിച്ചെടുക്കാണ്ടെന്ന് അബ് എന്ന് പറയൂ, അല്ലെ അജു എന്ന് പറയൂ. കാറ്റ് ഇല്ല. അല്ലല്ലേ, ഞാൻ പറഞ്ഞതല്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാണ്. ബാക്കിയുള്ളവരൊന്ന് ഇത് ഓഫ് ചെയ്യോ, മൈക്ക് ഓഫ് ചെയ്യോ. ഒരൊറ്റ ആൾ മൈക്ക് ഓൺ ചെയ്താൽ മതി. നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അത് പറയുന്നത്. ഒന്ന് അജ് പറയൂ. അജ്, അല്ലെങ്കിൽ അജ് വേണ്ട, അബ്ബാണ് കുറച്ചുകൂടി എളുപ്പമുണ്ടാകും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അബ് പറയൂ. അബ്. അപ്പൊ അവിടുന്ന് മഹ്റജ് ചുണ്ടും കൊണ്ട് പിന്നെ എടുത്തു കളഞ്ഞില്ലേ? അവിടെ തന്നെ വെക്കുന്നില്ലല്ലോ. ആ എക്കോ കൊടുക്കുന്നതാണ് ഈ കൽക്കല പറയുന്നത്. ഇതില് നമ്മള് അക്ഷരങ്ങളെ പറ്റി പറയുമ്പോ, അതിന്റെ സിഫത്തിനെ പറ്റി പറയുമ്പോ, ഇപ്പൊ ഇനി ഒന്ന് വേറൊരു അക്ഷരം പറഞ്ഞോളൂ. ഈ അക് പറയൂ. മറ്റേ സാധാരണ കാഫിന് അക് പറയൂ. അക് അവിടെ തന്നെ കിടക്കല്ലേ? മഹ്റജ് തന്നെ കിടക്കല്ലേ? കൂട്ടിമുട്ടുന്ന ഭാഗം. അല്ല, കാറ്റ് വരും. ഞാൻ മഹ്റജില് ടച്ച് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അല്ല ഖാഫിലേക്ക് പോകണം. നിങ്ങൾ പഠിക്കാത്ത അക്ഷരം കൊണ്ട്. ഇപ്പം വേറെ ഏതെങ്കിലും ഒന്ന് ഇതിൽ തന്നെ വരുന്നത് പറയൂ. അത് പറയൂ. അത്. നാവ് അവിടെ തട്ടി, നാവ് അവിടെ തന്നെ നിൽക്കും. ആ എയർ പുറത്തേക്ക് വരും. മനസ്സിലായോ? അങ്ങനെ സംഭവിക്കുന്നു. നോക്കി, സംശയമുണ്ടോ? അത് നാവ് അവിടെ കൊണ്ട്. പക്ഷെ അതേ സ്ഥാനത്ത് അബ്, അജ്, അഖ് എല്ലാം പറയുമ്പോണ്ടല്ലോ, നമ്മള് അബ് എന്ന് പറഞ്ഞിട്ട് ചുണ്ട് റിലീസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സൗണ്ട് വരില്ല. അജ് എന്ന് പറയുമ്പം അവിടെ തട്ടിച്ച് മേലുണ്ടാക്കും. ജീവ് പഠിച്ചില്ലേ? മഹ്റജ് പഠിച്ചില്ലേ? നാവിന്റെ മധ്യഭാഗവും മേലുണ്ടാക്കും അല്ലെ? അതിന്റെ നേരെയുള്ള അവിടെ തട്ടിച്ചിട്ട്, അല്ലെങ്കിൽ അതിന്റെ അങ്ങോട്ട് പോയിട്ട് പിന്നെ നമ്മൾ റിലീസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും? ആ സൗണ്ട് പുറത്തേക്ക് വരില്ല. അപ്പൊ ഈ സൗണ്ടുകൾ അത് റിലീസ് ചെയ്തെങ്കിൽ മാത്രമേ വരുള്ളൂ. അതാണ് ആ വ്യത്യാസം. ഒരിത്തിരി സമയം അവിടെ നിൽക്കുന്നാണ് ഉദ്ദേശിച്ചത്. അല്ലല്ല, റിലീസ് ആവും. ബാക്കിയുള്ള അക്ഷരങ്ങൾക്ക് അവിടെ തന്നെ നിൽക്കും. നമ്മൾ പറയുമ്പോ മഹ്റജിൽ തന്നെ നിൽക്കും. അക്ഷരം മഖ്റജിലൂടെ ഉച്ചരിക്കുമ്പോൾ പെട്ടെന്ന് വിട്ടുമാറുമ്പോൾ ഉണ്ടാകുന്ന ചലന ശബ്ദം. അതാണ് ഈ പറയുന്നത്. ഈ വിട്ടുമാറുമല്ലോ. മറ്റുള്ള അക്ഷരങ്ങൾക്ക് ഈ വിട്ടുമാറൂല, അവിടെ തന്നെ നിൽക്കും. ഒന്ന് അബ് പറഞ്ഞു നോക്കൂ. അബ്. അപ്പൊ നമ്മള് ചുണ്ട് മഹ്റജിൽ തട്ടിച്ചിട്ട് പിന്നെ തിരിച്ചെത്തില്ലേ? ഇനി നമ്മള് അൻ പറയില്ല. ആദ്യം അൻ പറഞ്ഞില്ലേ? അവിടെ തട്ടി നിൽക്കല്ലേ? അതേമാതിരി തട്ടി തന്നെ വെച്ചോണ്ടെന്ന് അബു പറയും. ഇല്ല, നിങ്ങൾ എടുത്തു, തിരിച്ചെടുത്തു. അബു പറയാൻ കഴിയില്ല. അതാണ് പറയുന്നത്. ആ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. ഈ അക്ഷരങ്ങൾ പറയുമ്പോൾ ആ എക്കോ കൊടുക്കണം. നമ്മൾ അവിടെ മഹ്റജ് ടച്ച് ചെയ്തിട്ട് തിരിച്ചു പോരണം. അപ്പൊ നമുക്ക് നമ്മൾ പഠിച്ച മഹ്റജിന്റെ അക്ഷരങ്ങൾ പറയുമ്പോൾ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മള് ഹൽക്കിന്റെ അക്ഷരങ്ങൾ പഠിച്ചു. അതിൽ ഈ ഇത് നമുക്ക് പറയാൻ കഴിയില്ല ക്ലിയർ ആയിട്ട്. മനസ്സിലാകുന്നുണ്ടോ? മറ്റുള്ള അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ ഈ ടച്ച് ചെയ്യും, എന്നിട്ട് റിലീസ് ചെയ്തെങ്കിലേ ഈ അക്ഷരങ്ങളുടെ സൗണ്ട് വരുള്ളൂ. ഇതിന്റെ സൗണ്ട് അവിടെ തന്നെ നമ്മൾ മഹ്റജ് തന്നെ വെച്ച് കഴിഞ്ഞാൽ അബ് എന്ന് പറഞ്ഞാൽ പിന്നെ സൗണ്ട് വരില്ല. അബ്, അജ് അതൊക്കെ റിലീസ് ചെയ്യണം ഈ സൗണ്ട് വരണമെങ്കിൽ. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഈ അഞ്ച് ലെറ്റേഴ്സിന് മാത്രമേ ഉള്ളൂ അത്. അപ്പോഴേ ഈ അക്ഷരം ഉച്ചരിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അക്ഷരത്തിന്റെ അത് സ്വഭാവം മാറിപ്പോ.
വേറെ അക്ഷരാവുക നിങ്ങൾ ഇതേമാതിരി റിലീസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ, സോറി അവിടെ പിടിച്ചു കഴിഞ്ഞാൽ. എന്താ പറയാ, നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ സംശയം തീർത്താ ഇല്ല പിന്നെ ഇല്ല, അത് കുഴപ്പമില്ല. അല്ല സാർ അത് പെട്ടെന്ന് സാറിന് പറയാൻ കിട്ടാനില്ല, സാറ് എനിക്ക് പഠിപ്പിച്ചതാണ്. അത് കുഴപ്പമില്ല. അല്ല ഇപ്പൊ ക്ലിയർ ആയോ? സംഭവം ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, മനസ്സിലായി. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവില്ലേ? ഞാൻ മനസ്സിലാക്കി എങ്ങനെ അറിയോ, സ്ഫുടമായിട്ടും ചലനാത്മകമായിട്ടും അല്ല നമ്മള് പഠിച്ചതിലേക്ക് പോരല്ലോ, ഞാൻ ഈ പ്രാക്ടിക്കൽ ഇതിന്റെ അവസ്ഥയാണ് പറഞ്ഞത്. മനസ്സിലായി. അത് മറ്റേത് ഇൻഷാല്ലാ അത് ഇതിൽ വരും, ഇതിൽ PDF വന്നോളൂ കേട്ടോ. ഇനി സാറിനെ നോക്കുന്ന വേറെ ചോദിക്കാൻ എല്ലാവർക്കും. റഫീഖൊക്കെ വളരെ കൃത്യമായിട്ട് പിന്നെ എന്റെ എക്സ്പ്ലനേഷൻ തന്നു. ഇനി ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം ഇനി അതിലങ്ങോട്ട് മുന്നോട്ട് പോകാനില്ല. അത്രയും വ്യക്തമായിട്ട് അതിന്റെ എങ്ങനെയാണ്. അപ്പോ അത് കൃത്യമായിട്ട് റഫീഖാക്ക പറഞ്ഞു. റഫീഖാക്ക ശുക്രൻ ജസാക്കല്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ കൽക്കലയെ കുറിച്ച് വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ കുത്തുബ് ജദ് അല്ലെങ്കിൽ ജദ്ദ കുത്തുബ, അത് നമ്മൾ ആ ഹർഫ് പഠിക്കാൻ വേണ്ടിയുള്ള ഷോർട്ട് ആയിട്ടുള്ള ഒരു ഇതാണ് കുത്തുബ് ജദ് അങ്ങനെയുള്ളത്. ഇനിയിപ്പോ സഖ്ഫൻ എന്നുള്ളത് ഞാൻ പേര് വിളിക്കുന്ന ആള് എന്ത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി. ഓക്കെ, ഖൈറുനിസ താത്ത ഇതൊന്ന് തഹജ്ജി ചെയ്യൂ. sin fathah sa, kaf sakina mukalkala sak, സഖ്, fa fathah തൻവീൻ ബിൽ ഫത്ഹ, tanwin bil fathah, saqfa saqfan സഖ്ഫൻ. സഖ്ഫൻ പോരാ, സഖ്ഫൻ എന്ന് പറഞ്ഞപ്പോ നേരത്തെ റഫീഖാക്ക പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? saqfan സഖ് മറ്റേത് മാറിപ്പോയി, ക്ലിയർ ആക്കണം. ഓക്കെ, ശുക്രൻ ജസാക്കല്ലാ. അടുത്തത് പിന്നെ ഖദീജ താത്ത. ഖദീജ താത്ത. ഓക്കെ. ബത്ഷ, ആ ബാ ഫത്ഹ, ബാ ത്വാ ഫത്ഹ മുഫഖമ, ഫത്ഹ ആണോ സുക്കൂനാണോ? സുക്കൂൻ മുഫഖമ മുകൽക്കല, സാക്കിന മുകൽകല, ബാത്ത്, ഷ ഫത്ഹ, ഷീൻ ഫത്ഹ. ബത്ഷ. ഓക്കെ, ശുക്രൻ. ബത്ഷ പോരട്ടോ, ബത്ഷ. കൽക്കലാക്കണല്ലോ, കൽക്കലാക്കണം, നിർബന്ധാണ്. കൽക്കല. ഓക്കെ. ഓക്കെ, അടുത്തത് ഷമീമ. ഷമീമ അല്ലേ? Assalamu alaikum. വലൈക്കും സലാം. Alif hamza fatha a, ആ ba sakina mukalkala b, ബ സാക്കിന മുകൽകല അബ് എന്ന് പറയാൻ ശ്രമിക്കുക. ഓക്കെ, ab, ആ wa fatha wa fatha alif mad tabi harakatan wa abwa ആ ba തൻവീൻ ബിൽ ഫത്ഹ അബ്വാബൻ. tanwin bil fathah abwaban. ഓക്കെ, ശുക്രൻ ജസാക്കുമുല്ലാഹ് ഖൈറ. ഇതില് വേറെ മുഹമ്മദ് ഉണ്ടോ? റഷീദ് ഖാൻ അല്ല, വേറെ മുഹമ്മദ് ഉണ്ടോ? ഒരു മുഹമ്മദ് എന്ന് കാണുന്നു. മുഹമ്മദ് ടി. ലൈലാബിയാണ്. ഓക്കെ, ലൈലാബിത്ത പാരായണം ചെയ്തതാണല്ലോ അല്ലെ? പിന്നെ ആരാ? സുൽഫിക്കറോ? സുൽഫിക്കർ അല്ലേ? സുൽഫിക്കർ. ഓക്കെ ഓക്കെ, സുൽഫിക്കർ ഇതൊന്ന് തയ്യ ചെയ്യോ? അലിഫ് ഹംസ ഫത്ഹ അ, ജീം സുക്കൂൻ ജീം സുക്കൂന, ജീം സാക്കിന മുകൽകല, ജീം സാക്കിന മുകൽകല അജ്. അജ് പോരാ. അജ് എന്ന് പറയുമ്പോ നിങ്ങൾ നേരത്തെ റഫീഖാക്ക് കൃത്യമായിട്ട് പറഞ്ഞു. അജ് എന്ന് പറയുമ്പോ നാവ് അവിടെ തന്നെ കിടക്കല്ലേ? അങ്ങനെ നേരെ മറിച്ച് അജ്
അജ് എന്ന് പറയുമ്പോ ആ നാവ് അവിടുന്ന് റിലീസ് ആവുന്നുണ്ട്. ജീം ജീം സാക്കിന മുക്കൽക്കല അജ്. ആ റോ തൻവീൻ ബിൽ ഫത്ഹ റോ റൻ റൻ. ആ അജ്റൻ. ഓക്കെ, അവിടെ വേണമെങ്കിൽ മുഫഹമയും കൂടി പറയാം കേട്ടോ. റാ ആയതുകൊണ്ട് റാ തൻവീൻ ബിൽ ഫത്ഹ മുഫഹമ അജ്റൻ. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. صاد فتحة مفخمة صا دال ساكنة مكلكلة صد را كسرة ري صدري كاف فتحة كان റാന് കസർ വരുമ്പോ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? را كسرة مرككة ري صدري كاف فتحة كا صدريك സ്വദരീക ഇതില്ലല്ലോ, മദ്ദൊന്നുമില്ലല്ലോ, സ്വദരീക്കന്നല്ലേ ഉള്ളൂ. صدريك. ആ ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. فلا أقسم بالشفق فلا أقسم قاف ساكنة مكلكلة أقسم بالشفق. രണ്ട് സ്ഥലത്ത് കാഫ് സാക്കിന. ഉഖ്സിമു എന്നുള്ള ഒന്ന് തേജ് ചെയ്യൂ. ألف مد لم അലിഫ് ഹംസ ദമ്മ ഉ. പറഞ്ഞു മാറി. അലിഫ് മദ്ദ ലമ്മ ഓ. അലിഫ് മദ്ദില്ല, അലിഫ് ഹംസ ദമ്മ ഉ. അലിഫ് ഹംസ ലമ്മ ഓ. കാഫ് സാക്കിന മുക്കൽക്കല ഒക്കെ സീൻ കസറ സി ഒക്കെ സി മീം ലമ്മ മോ ഒക്കെ സി മോ. ഓക്കെ ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. വല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത്. എന്താണ് ഷാഹിദത്ത? മുഹീത്ത് എന്നാണ്. ആ ത്വാ അല്ലേ, അതിന് സുക്കൂന് നൽകുകയാണ്. അപ്പൊ മുഹീത്ത് മുഹീത്ത് അല്ലല്ലോ, മുഹീത്ത്. ആ അല്ല അല്ല, ത്വാ മുഹീത്ത് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. വറാഇഹിം മീമിന് സുക്കൂന് നൽകിയിട്ട് ഒന്നത് പാരായണം ചെയ്യൂ. അല്ല, തഹജ്ജി ചെയ്യൂ. മീം വറാഹി എന്നല്ല, വെറും വറാഇഹിം എന്നുള്ളത് മാത്രം മീമിന് സുക്കൂന് നൽകിയിട്ട്, സുക്കൂനാണ് അതിലുള്ളത്, അവിടെ കൊടുക്കാത്തത് നോക്കണ്ട. ഓക്കെ, വറാഇഹിം അത് തഹ്ജി ചെയ്യാനാ? അതെ. വാവ് ഫത്ഹ വ റാവ് ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ മദ് മുത്തസിൽ വാജിബ് അർബ വാവ് ഹംസ ഹറകാത്ത്. വറാഇ ഹാ കസ്റ ഹി വറാഇഹി മീം സാക്കിന വറാ മീം സുകൂൻ വറാഇഹിം. ഓക്കെ ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. أعوذ بالله من الشيطان الرجيم فصب عليهم ربك صوت عذاب. ആ നിർത്താതെ ഓതി, അവിടെ വഖഫ് ചെയ്യാണ്. ഓക്കെ, സൗത്ത എന്നുള്ളൊന്ന് തഹജ്ജി ചെയ്യും. ഇത് മാത്രം. സീൻ ഫത്ഹ സ വാവ് സാക്കിന മുകൽക്കല സബ്. വാവ് കൽക്കലയുടെ അക്ഷരാണോ? അല്ലല്ല, സീൻ ഫത്ഹ വാവ് സാക്കിന വാവ് സുക്കൂൻ എന്ന് പറഞ്ഞാൽ മതി. സുക്കൂനും സാക്കിനും, സാക്കിന എന്ന് പറഞ്ഞാൽ സുക്കൂൻ നൽകപ്പെട്ടത് എന്നാണ്. മറ്റേത് സുക്കൂൻ നോർമൽ സുക്കൂൻ ആണ് എന്നുള്ളതാ. കൽക്കല വരുമ്പോ ആണ് നമ്മൾ സാക്കിന മുക്കൽക്കല എന്ന് പറഞ്ഞത്. അത് എന്ത് ചെയ്യാണ്? കൽക്കല ആയതുകൊണ്ട് സുക്കൂൻ നൽകപ്പെട്ടതല്ല, സുക്കൂൻ ആയതുകൊണ്ട് ബാ സാക്കിന മുക്കൽക്കല എന്ന് പറഞ്ഞാൽ അതാണ് ബാന് സുക്കൂന് നൽകപ്പെട്ടത് കൊണ്ട് അത് കൽക്കലയാണ് എന്നുള്ള. മറ്റോടത്ത് നോർമൽ സുക്കൂനാണ്, അപ്പൊ സുക്കൂൻ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ,
ഓക്കെ സൗത്ത ശുക്രൻ ജസാക്കല്ലാ. ഓക്കെ ഉമ്മ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والسماء ذات البروج. വെരി ഗുഡ് മാഷാ അല്ലാ ബാറക്കല്ലാ. ആരുമില്ല. അപ്പൊ എല്ലാവരും പാരായണം ചെയ്ത് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ. അപ്പൊ നമുക്ക് ഇന്ന് പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടില്ല. പ്രത്യേകിച്ചൊന്നുമില്ല. കൽക്കല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10ാമത്തെ ഹാലിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സുക്കൂനും കൽക്കലയും. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൽക്കലയുടെ ഹർഫ് വരുന്ന സമയത്ത് വ്യക്തമായി മഹ്റജില് അനക്കം തട്ടുന്ന രീതിയിൽ തന്നെ നേരത്തെ കൃത്യമായിട്ട് റഫീഖ് സാറ് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഒരു സംശയം ഇനി അതിൽ ബാക്കി വരാത്ത രീതിയിലാണ് അത് ക്ലിയർ ചെയ്ത് തന്നത്. അദ്ദേഹം നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി. വഹും എന്നുള്ളടത്ത് നോക്കൂ. വഹും എന്ന് പറഞ്ഞപ്പോ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു കൽക്കലയുടെ ഷുഹൂദ് ഇത് അപ്പൊ നാവ് റിലീസ് ആവുന്നുണ്ട്, അവിടെ നിൽക്കുന്നില്ല. ഷുഹൂദ് അതും പിന്നെ അവിടെ നിൽക്കുകയാണെങ്കിൽ എന്തില്ല, കൽക്കല ആവൂല. അപ്പോ അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നൂറ് സാക്കിന, മീമു സാക്കിന, ലാം സാക്കിന, അത് സുക്കൂന്, അത് നമ്മൾ പിന്നീട് പഠിക്കുമ്പോൾ അതിന് ചെറിയ ചെറിയ റൂൾസ് ഉണ്ട്. ആ റൂൾസിനോട് ചേർത്ത് പഠിക്കുമ്പോൾ പക്ഷെ അത് കൽക്കലയാവൂല, അത് വേറെ ഇൽഹാർ എന്നുള്ളൊരു കണ്ടീഷനിലേക്കാണ്. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. അയിനൊന്നും കൂടി ശരിയാവാണ്ട് അല്ലമൽ ഇൻസാന എന്നല്ല, അയിനാണ്. ഓക്കെ, ഒന്ന് റെഡി ആക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തത് അവിടെ അവസാനിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് ഋഷി സാഹിബ് എന്തെങ്കിലും സംശയം ക്ലിയർ ചോദിക്കാനാണ്. നമ്മുടെ ഈ പിന്നെ എന്ന് പറഞ്ഞുള്ളത് ഖുർആനിൽ അങ്ങനെയാണ് സുക്കൂന് വരും. പക്ഷെ ഈ അറബി ഭാഷയിൽ എഴുതുമ്പോ അറബി ഭാഷയിൽ കോമൺ ആയിട്ട് നമ്മൾ വട്ടപൂജ അതന്നെ സുക്കൂന്. അതെ, അതാണ് പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞത് ഖുർആൻ എന്ന് പറഞ്ഞത് മാത്രം. അതിന് പ്രത്യേക കാരണങ്ങൾ എന്താ വല്ലതും അറിയോ? ഖുർആനിലെ സുക്കൂൻ എന്ന് പറയുന്നത് ആണ്, ഹഫ്സ് റിവായത്തിന്റെ പ്രകാരം. മറ്റുള്ള ആളുകൾ എഴുതിയതിലൊക്കെ നമുക്ക് വേറെ പലതും കാണും. ഇപ്പൊ നമുക്ക് ഈ എന്താ പറയാ ഹിഫ്സിന്റെ ഖുർആൻ ഉണ്ട്. ഹിഫ്സിന്റെ ഖുർആൻ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിന്റെ അലാമത്തോളൊക്കെ വേറെ എന്തൊക്കെ ആയിരിക്കും. പക്ഷെ ഹഫ്സിന്റെ റിവായത്ത് പ്രകാരം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മളൊക്കെ ഫോളോ ചെയ്യുന്നത് ഹഫ്സ് റിവായത്താണ്. ഹഫ്സ് ഇബ്നു ആസിം അവരെ ഖിറാഅത്താണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആ ഖിറാഅത്തിൽ അതിന്റെ എഴുത്തില് ഉസ്മാൻ താഹ ആണ് ഇത് എഴുതുന്നത്. അപ്പൊ അതിൽ ആ ലിപിയിൽ, അതിന്റെ ലിപിയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. നമ്മൾ ഹഫ്സാണ് ഫോളോ ചെയ്യുന്നത്. വേറെയും കുറെ ഉണ്ട്. 7 ഫേമസ് ഉണ്ട്, 30ഓളം വേറെ ഉണ്ട്. ടോട്ടൽ കൂടെ 30ഓളം ഉണ്ട്. അതിൽ നമ്മൾ ഏകദേശം ലോകത്തിലെ മുഴുവൻ ആളെന്ന് വേണം പറയാം 99% ഫോളോ ചെയ്യുന്നത് ഹഫ്സ് റിവായത്താണ്. ഇങ്ങനെയാണ് ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഗൾഫിലൊക്കെ പറഞ്ഞോളി. റഷീദ് സാഹിബ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? റഷീദ് സാഹിബ് നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്തോളൂ. ഇത് നമ്മളിപ്പം മദീന മുസഫ്, അത് റസ്മു ഉസ്മാനിയിലുള്ളത്. അത് വരുന്ന ഇപ്പൊ ഈ നമ്മൾ ഹാഫിലർക്ക് ഉപയോഗിക്കുന്ന ഒരു മുസഫ് കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് ഇൻഡോപാക് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഉറുദു മുസഫ് എന്ന് പറയും. അതിൽ ഇങ്ങനെ എഴുതില്ല. പക്ഷെ നമ്മൾ ബേസിക്കലി ഇപ്പം നമുക്കൊക്കെ എവിടെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന മുസഫാണ്. ഒരു 90-95% സ്ഥലങ്ങളിലും ഉണ്ടാവുക ഈ മദീനത്ത് നിന്ന് വരുന്ന ഉസ്മാനി സ്ക്രിപ്റ്റിലുള്ള മുസ്തഫ ഉണ്ടാവുക. അതിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. പിന്നെ മുസ്തഫിന്റെ ലിപികൾ വേറെ പലതും ഉണ്ട്. പക്ഷെ ഇപ്പം കോമൺ ആയിട്ട് വരുന്നത്, ഇപ്പൊ നമ്മളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഈ മറ്റേ ഇത് മലബാറി സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പൊ ഇല്ല. അപ്പൊ ഇതിൽ നമ്മളിപ്പം കാണുന്ന സാധാരണ നമുക്ക് എവിടെ ചെന്നാലും സാധാരണഗതിയിൽ ലഭിക്കുന്ന മുസ്തഫില് ഇതാണ് ഉണ്ടാവുക. അതാണ് പറഞ്ഞത്. ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. അതെ, ഉസ്മാനി മുസഫില് മാത്രം. മറ്റിപ്പോ ഈ പിന്നെ മുസ്ഹഫിന്റെ ഖുർആന്റെ കാലിഗ്രഫി തന്നെ 2 രൂപത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട്.
കാലിഗ്രഫിന്റെ കാര്യം അല്ല, ഒരു മിനിറ്റ് കാലിഗ്രഫി പറഞ്ഞല്ല, ഈ മറ്റേ സുക്കൂന്റെ അടയാളം പോയിട്ട് ഫത്ഹ കസ്റ ദമ്മ വരെ മുസ്ഹഫിന്റെ അല്ലെങ്കിൽ ഖുർആന്റെ ഒറിജിനൽ സ്ക്രിപ്റ്റിലില്ല. ഇത് പിന്നീട് നോൺ അറബ്സ് പഠിച്ച സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആഡ് ചെയ്ത ഈ കുത്തുകൾ പോലും ഇല്ലായിരുന്നു ഇനിഷ്യൽ സ്ക്രിപ്റ്റില്. മനസ്സിലാവുന്നുണ്ടോ? അത് പിന്നീട് ആഡ് ചെയ്യപ്പെട്ടതാണ്. അത് ആളെ പേരിനോട് മറന്നുപോയി. ഹിജ്റ 2-ാം നൂറ്റാണ്ടിലെങ്ങാനാണ് ഇത് ആഡ് ചെയ്യപ്പെട്ടത്. എന്താ വെച്ചാൽ അറബികൾക്ക് ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. ഇപ്പം നോൺ അറബ്സ് ഇസ്ലാമിലേക്ക് വരികയും അവർക്ക് ഇത് പാരായണം ചെയ്യേണ്ട ആവശ്യം വരികയും ചെയ്തപ്പം അവർക്ക് അറബ്സിന്റെ മാതിരി ഇത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അപ്പം അവർക്ക് വേണ്ടി പിന്നീട് ആഡ് ചെയ്യപ്പെട്ട ഇത് ആഡ് ചെയ്തത് തന്നെ ഇപ്പോഴും ഖാഫിന് മേലൊരു കുത്തും മേലൊരു കുത്തും ഫാഹിന് താഴെ ഒരു കുത്തും അങ്ങനെ കിട്ടുന്ന ടർക്കിഷ് ഖുർആനാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇങ്ങനെ വേറെ വകഭേദങ്ങൾ ഉണ്ട്, ഇതിൽ ഇപ്പോഴും ഉണ്ട്, നിലവിലും ഉണ്ട്. പക്ഷെ കോമൺ ആയിട്ട് കിട്ടുന്നത് ഈ ഉസ്മാനി ലിപിയിലുള്ള മദീന മുസ്തഫുകളാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അല്ല, ഞാൻ ചോദിക്കാൻ നമ്മൾ ലാംഗ്വേജിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഖുർആനിൽ ഒരു സംഗതി വരുമ്പോ അതിനൊരു പ്രത്യേക റീസൺ ഉണ്ടാവും ചോദിച്ചാൽ റീസൺ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ നമ്മൾ വേറെ അലിഫ് സിഫർ വരുന്നുണ്ട്. അലിഫ് സിഫർ നമ്മൾ പഠിച്ചില്ലേ? മുസ്തദീർ അറബിക് ലാംഗ്വേജിന് മൊത്തത്തിൽ വട്ടത്തിലാണ് അതാണ് ഇടുന്നത്. ലാംഗ്വേജിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഖുർആൻ അറബിയിലാണല്ലോ. ഖുർആൻ അതന്നെ, ഇത് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒറിജിനൽ മുസ്ഹഫില് അല്ലെങ്കിൽ ഒറിജിനൽ ഖുർആന്റെ ലിപിയില് ഈ സുക്കൂന് പോയിട്ട് ഫത്ഹ കസ്റ ദമ്മ പോലും ഇല്ലായിരുന്നു, ഈ കുത്തുകളും ഇല്ലായിരുന്നു. അത് അറബ്സിന് അത് വായിക്കാൻ കഴിയായിരുന്നു. പക്ഷെ നോൺ അറബ്സ് ഖുർആൻ ഇസ്ലാമിലേക്ക് വന്നപ്പം അവർക്ക് പാരായണം ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി അവർ തെറ്റാതെ പാരായണം ചെയ്യാൻ വേണ്ടി എല്ലാ കൺഫ്യൂഷനും ഒഴിവാക്കിക്കൊണ്ട് ഉണ്ടാക്കിയ പരിഷ്കാരങ്ങളാണ് ഇതൊക്കെ. സംശയമില്ലല്ലോ? ഹർക്കത്തുകൾ എല്ലാം ഒന്നുമില്ലായിരുന്നു. ഒറിജിനൽ സ്ക്രിപ്റ്റുകളാണെങ്കിലും അവിടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഇത് അതിന്റെ ലിപിയനുണ്ട്. ഇപ്പൊ നമ്മൾ ഫോണ്ടുകളും ഉണ്ട്, അതിൽ ഇതൊന്നുമില്ല. ഫത്ഹ കസ്റ ദമ്മ ശ്രദ്ധ അല്ലെങ്കിൽ ഈ താന്റെ ബാവിന്റെ ഒക്കെ കുത്തുകളുണ്ടല്ലോ, അതുപോലും ഇതിലൊന്നും കാണില്ല. ഖാഫിന്റെ കുത്തുകൾ ഇതൊന്നും കാണില്ല. അതൊക്കെ പിന്നീട് എന്ന് വെച്ചാൽ അറബ്സിന് അതിന്റെ ആവശ്യമില്ലായിരുന്നു. പിന്നീട് ഞാൻ ഒറിജിനൽ എന്ന് പറഞ്ഞത് പിന്നെ അന്ന് ആൾക്കാർ എഴുതി വെച്ചാണ് കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ വന്നു എന്നുള്ളത് കൺഫ്യൂഷനിലേക്ക് വരില്ലേ കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടോ? കൊണ്ടുവന്നു പറഞ്ഞു തന്നെ പിന്നെ പറഞ്ഞാൽ അടുത്ത ക്ലാസ് പറഞ്ഞുതരാം. ഒന്ന് പെട്ടെന്ന് പറയാൻ കിട്ടാഞ്ഞിട്ടാണ് എനിക്കറിയായിരുന്നത്. പേര് എന്റെ ഓർമ്മയിൽ കൊണ്ട് വരുന്നില്ല. അതാണ് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ സാർ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ. ഇനി ഖാഫിന്റെ ഇത് കൽക്കലിന്റെ കാര്യം ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും. പാരായണം ചെയ്തിരിക്കെങ്കിലും ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. നമ്മള് എന്ന് പറയുമ്പം അല്ലെങ്കിൽ അഫ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ സൗണ്ട് പ്രൊണൗൺസ് ചെയ്യാൻ കഴിയില്ല. അത് എന്തിനാണ് കൽക്കലാന്ന് നമ്മൾ പ്രാക്ടിക്കലായിട്ട് പറയുമ്പോൾ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിന്റെ ഡെഫിനേഷൻ ഒക്കെ സാർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇൻഷാല്ലാ ഓക്കെ. അപ്പൊ അവസാനിപ്പിക്കാം. വേറെ സംശയങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. പറയുന്നില്ലേ അവിടെ വറാഇഹിം എന്നുള്ളതിൽ ഒരു മീനുണ്ട്, മറ്റേതിൽ ഒരു മീനുണ്ട്. അവിടെ എങ്ങനെ ഓതുമെന്ന് പറയോ? അവിടെ ഇപ്പൊ എന്താ സംശയം? വല്ലാഹു വറാഇഹിം മുഹീത്ത് എന്താ അവിടെ എന്താ അങ്ങനെ സംശയം? ആ രണ്ട് മീനും കൂട്ടി ഓതണോ അല്ലെങ്കിൽ വറാഇഹിം എന്ന് പറഞ്ഞിട്ട് നിർത്തിട്ട് പിന്നെ മുഹീത്ത് ഓതണോ? വല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത് അവിടെ നിർത്താൻ പാടില്ലല്ലോ. അവിടെ മീമിനെ അടുത്ത മീമിലേക്ക് ഇത് ചെയ്ത് ഒന്ന് ചെയ്തിട്ട് വല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത് അങ്ങനെ. ഓക്കെ ഇൻഷാല്ലാ. നിങ്ങളെ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ. അപ്പൊ അവസാനിപ്പിക്കുക. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും.